എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ. ആൻസർ ഓപ്ഷൻ ബി, ഡോക്ടർ ഡി സജിത് ബാബു. ഡോക്ടർ ഡി സജിത് ബാബു ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റും ഹൈഡ്രജൻ ബസ് സർവീസും സജ്ജമാക്കുന്ന വിമാനത്താവളം. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റും ഹൈഡ്രജൻ ബസ് സർവീസും സജ്ജമാക്കുന്ന വിമാനത്താവളം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റും ഹൈഡ്രജൻ ബസ് സർവീസും സജ്ജമാക്കുന്ന വിമാനത്താവളം. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കനൽ. കനൽ പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. കുഷ്ഠരോഗ നിർണയത്തിനായി കേരള ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭവന സന്ദർശന യജ്ഞം ഏതാണ്? കുഷ്ഠരോഗ നിർണയത്തിനായി കേരള ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭവന സന്ദർശന യജ്ഞം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, അശ്വമേധം. അശ്വമേധമാണ് കുഷ്ഠരോഗ നിർണയത്തിനായി കേരള ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭവന സന്ദർശന യജ്ഞം. പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മ്യൂസിയമായി മാറാൻ പോകുന്ന കൊല്ലത്തെ ചരിത്ര സ്മാരകം ഏതാണ്? പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മ്യൂസിയമായി മാറാൻ പോകുന്ന കൊല്ലത്തെ ചരിത്ര സ്മാരകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ചീനക്കൊട്ടാരം. ചീനക്കൊട്ടാരമാണ് പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മ്യൂസിയമായി മാറാൻ പോകുന്ന കൊല്ലത്തെ ചരിത്ര സ്മാരകം. 2026 ജനുവരിയിൽ കേരള AI ഫ്യൂച്ചർ കോൺ AI ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ഏതാണ്? 2026 ജനുവരിയിൽ കേരള AI ഫ്യൂച്ചർ കോൺ AI ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കോവളം. തിരുവനന്തപുരത്തെ കോവളമാണ് 2026 ജനുവരിയിൽ കേരള AI ഫ്യൂച്ചർ കോൺ AI ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം. 7ാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ സീവീഡ് എക്സ്പോ ആൻഡ് സമ്മിറ്റിൻ്റെ വേദി എവിടെയാണ്? 7ാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ സീവീഡ് എക്സ്പോ ആൻഡ് സമ്മിറ്റ് വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, കൊച്ചി. കൊച്ചിയാണ് 7ാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ സീവീഡ് എക്സ്പോ ആൻഡ് സമ്മിറ്റിൻ്റെ വേദി. 3ാമത് അന്താരാഷ്ട്ര ഊർജ്ജമേളയ്ക്ക് വേദിയായ കേരളത്തിലെ നഗരം ഏതാണ്? 3ാമത് അന്താരാഷ്ട്ര ഊർജ്ജമേളയ്ക്ക് വേദിയായ കേരളത്തിലെ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കൊച്ചി. കൊച്ചിയാണ് 3ാമത് അന്താരാഷ്ട്ര ഊർജ്ജമേളയ്ക്ക് വേദിയായ കേരളത്തിലെ നഗരം. 2026 കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ മുഖ്യാതിഥി ആരായിരുന്നു? 2026 കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ മുഖ്യാതിഥി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, സുനിത വില്യംസ്. സുനിത വില്യംസ് ആണ് 2026 കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ മുഖ്യാതിഥി. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ പ്രമുഖ താരം ആരാണ്? KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ പ്രമുഖ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മോഹൻലാൽ. മോഹൻലാലാണ് KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ പ്രമുഖ താരം. കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നുയരാം കരുത്തോടെ എന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നുയരാം കരുത്തോടെ എന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മഞ്ജു വാര്യർ. മഞ്ജു വാര്യരാണ് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നുയരാം കരുത്തോടെ എന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ.
സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യ വനിതാ വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ലക്കിടി. പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലാണ് സംസ്ഥാനത്തെ ആദ്യ വനിതാ വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബാക്ടീരിയയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബാക്ടീരിയയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബാക്ടീരിയയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾക്ക് ജനങ്ങൾക്ക് ലഭ്യമാകാൻ കേരള സർക്കാർ അവതരിപ്പിച്ച AI വെർച്വൽ അസിസ്റ്റന്റ് ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേരള സർക്കാർ അവതരിപ്പിച്ച AI വെർച്വൽ അസിസ്റ്റന്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്മാർട്ടി. സ്മാർട്ടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേരള സർക്കാർ അവതരിപ്പിച്ച AI വെർച്വൽ അസിസ്റ്റന്റ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എവറോളിംഗ് സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല ഏതാണ്? 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എവറോളിംഗ് സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കണ്ണൂർ. കണ്ണൂർ ജില്ലയാണ് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എവറോളിംഗ് കപ്പ് നേടിയ ജില്ല. കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിലേക്ക് ഉയർത്താനായി ആരംഭിച്ച യൂണിഫൈഡ് പ്രീമിയം ബ്രാൻഡ് ഏതാണ്? കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിലേക്ക് ഉയർത്താനായി ആരംഭിച്ച യൂണിഫൈഡ് പ്രീമിയം ബ്രാൻഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കെ ഇനം. കെ ഇനമാണ് കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യോൽപ്പന്നങ്ങൾ ആഗോളതലത്തിലേക്ക് ഉയർത്താനായി ആരംഭിച്ച യൂണിഫൈഡ് പ്രീമിയം ബ്രാൻഡ്. 2026 ജനുവരി 2 NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ എത്രാമത് ജയന്തിയാണ് ആദരിച്ചത്? 2026 ജനുവരി 2 NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ എത്രാമത് ജയന്തിയായാണ് ആദരിച്ചത്? ആൻസർ ഓപ്ഷൻ സി, 149ാമത്. 149ാമത് ജയന്തിയാണ് 2026 ജനുവരി 2 NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ ആദരിച്ചത്. ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ പുതിയ പ്രാദേശിക കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ പുതിയ പ്രാദേശിക കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ പുതിയ പ്രാദേശിക കേന്ദ്രം സ്ഥാപിതമാകുന്നത്. അടുത്തിടെ നടന്ന മിസ്സിസ് ഇന്ത്യ മത്സരത്തിൽ റണ്ണറപ്പ് കിരീടം കരസ്ഥമാക്കിയ മലയാളി. അടുത്തിടെ നടന്ന മിസ്സിസ് ഇന്ത്യ മത്സരത്തിൽ റണ്ണറപ്പ് കിരീടം കരസ്ഥമാക്കിയ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ശിഖ സന്തോഷ്. ശിഖ സന്തോഷാണ് അടുത്തിടെ നടന്ന മിസ്സിസ് ഇന്ത്യ മത്സരത്തിൽ റണ്ണറപ്പ് കിരീടം കരസ്ഥമാക്കിയ മലയാളി. ലോകസഭയിലും നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബിൽ അറിയപ്പെടുന്നത്? ലോകസഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബിൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ആൻസർ ഓപ്ഷൻ ബി, നാരി ശക്തി വന്ദൻ അധിനിയമം. നാരി ശക്തി വന്ദൻ അധിനിയമമാണ് ലോകസഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബില്ല്. സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത് എവിടെയാണ്? സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, തലശ്ശേരി. കണ്ണൂരിലെ തലശ്ശേരിയിലാണ് സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത്. KSEBയിലെ അഴിമതിയും ക്രമക്കേടും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ സംസ്ഥാനതല പരിശോധനയുടെ പേര് എന്താണ്? KSEBയിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ സംസ്ഥാനതല പരിശോധനയുടെ പേര് എന്താണ്?
ആൻസർ ഓപ്ഷൻ ബി ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ടാണ്. KSEBയിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ സംസ്ഥാനതല പരിശോധനയുടെ പേര്. മൃഗസംരക്ഷണ വകുപ്പിന്റെ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായി നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി ഏതാണ്? മൃഗസംരക്ഷണ വകുപ്പിന്റെ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായി നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഇ സമൃദ്ധ. ഈ സമൃദ്ധയാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായി നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ കുട്ടികൾക്ക് സമ്മർദ്ദരഹിതമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കാൻ ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ കുട്ടികൾക്ക് സമ്മർദ്ദരഹിതമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കാൻ ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സ്നേഹം. സ്നേഹമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിലെ കുട്ടികൾക്ക് സമ്മർദ്ദരഹിതമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കാൻ ആരംഭിച്ച പുതിയ പദ്ധതി. ഭിന്നശേഷി പ്രതിഭകളുടെ കലാശേഷി പ്രകടനത്തിനായി സാമൂഹ്യനീതി വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കലാമേളയുടെ പേര് എന്താണ്? ഭിന്നശേഷി പ്രതിഭകളുടെ കലാശേഷി പ്രകടനത്തിനായി സാമൂഹ്യനീതി വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കലാമേളയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ സവിശേഷ. സവിശേഷയാണ് ഭിന്നശേഷി പ്രതിഭകളുടെ കലാശേഷി പ്രകടനത്തിനായി സാമൂഹ്യനീതി വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കലാമേളയുടെ പേര്. ഭരണനിർവഹണം വേഗത്തിലാക്കാൻ കൃത്രിമ ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നതിനായി സർക്കാർ രൂപീകരിച്ച ദൗത്യം ഏതാണ്? ഭരണനിർവഹണം വേഗത്തിലാക്കാൻ കൃത്രിമ ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നതിനായി സർക്കാർ രൂപീകരിച്ച ദൗത്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കേരള AI മിഷൻ. കേരള AI മിഷനാണ് ഭരണനിർവഹണം വേഗത്തിലാക്കാൻ കൃത്രിമ ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നതിനായി സർക്കാർ രൂപീകരിച്ച ദൗത്യം. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ആരംഭിച്ച പദ്ധതി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇ സേഫ് ഹെർ. ഈ സേഫ് ഹെർ ആണ് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ആരംഭിച്ച പദ്ധതി. സഹകരണ മേഖലയിൽ കശുമാങ്ങയിൽ നിന്ന് കെ-ഫെനി എന്ന മദ്യം ഉൽപ്പാദിപ്പിക്കാൻ തുടക്കമിട്ട സഹകരണ ബാങ്ക് ഏതാണ്? സഹകരണ മേഖലയിൽ കശുമാങ്ങയിൽ നിന്ന് കെ-ഫെനി എന്ന മദ്യം ഉൽപ്പാദിപ്പിക്കാൻ തുടക്കമിട്ട സഹകരണ ബാങ്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്ക്. പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്കാണ് സഹകരണ മേഖലയിൽ കശുമാങ്ങയിൽ നിന്ന് കെ-ഫെനി എന്ന മദ്യം ഉൽപ്പാദിപ്പിക്കാൻ തുടക്കമിട്ട സഹകരണ ബാങ്ക്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനത്തിനായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനത്തിനായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ അക്ഷരം ആരോഗ്യം. അക്ഷരം ആരോഗ്യമാണ് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനത്തിനായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. ലോകബാങ്ക് സഹായത്തോടെ കേരള കാർഷിക വകുപ്പ് നടപ്പാക്കുന്ന കാലാവസ്ഥാ പ്രതിരോധ കാർഷിക നവീകരണ പദ്ധതിയുടെ പേര് എന്താണ്? ലോകബാങ്ക് സഹായത്തോടെ കേരള കാർഷിക വകുപ്പ് നടപ്പാക്കുന്ന കാലാവസ്ഥ പ്രതിരോധ കാർഷിക നവീകരണ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി കേര. കേരയാണ് ലോകബാങ്ക് സഹായത്തോടെ കേരള കാർഷിക വകുപ്പ് നടപ്പാക്കുന്ന കാലാവസ്ഥ പ്രതിരോധ കാർഷിക നവീകരണ പദ്ധതിയുടെ പേര്. പ്രസവാവധി എന്നത് ഒരു സ്ത്രീയുടെ ഭരണഘടനാപരമായ മൗലികാവകാശമാണെന്ന് അടുത്തിടെ നിരീക്ഷിച്ച ഉന്നത നീതിപീഠം ഏതാണ്? പ്രസവാവധി എന്നത് ഒരു സ്ത്രീയുടെ ഭരണഘടനാപരമായ മൗലികാവകാശമാണെന്ന് അടുത്തിടെ നിരീക്ഷിച്ച ഉന്നത നീതിപീഠം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ് പ്രസവാവധി എന്നത് ഒരു സ്ത്രീയുടെ ഭരണഘടനാപരമായ മൗലികാവകാശമാണെന്ന് അടുത്തിടെ നിരീക്ഷിച്ച ഉന്നത നീതിപീഠം.
കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും ചികിത്സാ സഹായങ്ങളും അറിയാൻ ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പർ ഏതാണ്? കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും ചികിത്സാ സഹായങ്ങളും അറിയാൻ ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 104. 104 കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും ചികിത്സാ സഹായങ്ങളും അറിയാൻ ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പർ. കേരള ജുഡീഷ്യൽ സർവീസിൽ സിവിൽ ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനത്തെ ആദ്യത്തെ കാഴ്ച പരിമിതിയുള്ള വ്യക്തി. കേരള ജുഡീഷ്യൽ സർവീസിൽ സിവിൽ ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനത്തെ ആദ്യത്തെ കാഴ്ച പരിമിതിയുള്ള വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി തന്യ സി നാഥൻ. തന്യ സി നാഥനാണ് കേരള ജുഡീഷ്യൽ സർവീസിൽ സിവിൽ ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനത്തെ ആദ്യത്തെ കാഴ്ച പരിമിതിയുള്ള വ്യക്തി. 2026 മിസ് ഇന്ത്യ കിരീടം ചൂടിയത് ആരാണ്? 2026 മിസ് ഇന്ത്യ കിരീടം ചൂടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സാധ്വി സതീഷ് സെയിൽ. സാധ്വി സതീഷ് സെയിലാണ് 2026 മിസ് ഇന്ത്യ കിരീടം ചൂടിയത്. ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് എവിടെയാണ് സ്ഥാപിക്കുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് എവിടെയാണ് സ്ഥാപിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ലഡാക്ക്. ലഡാക്കിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് സ്ഥാപിക്കുന്നത്.